ഉണ്ടാക്കിട്ടാണ് പോയതല്ലേ? ഒറ്റ പ്രാവശ്യത്തില്ല മുഴുവൻ പാറിപ്പോയിക്കണം, പൊട്ടിയൊക്കെ ചീന്തി പോയിക്കണ്ടോ. ഇൻഷാ അല്ലാ 1.5 മാസം കഴിഞ്ഞാൽ ഈ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വരാം, നമ്മൾ വാർക്കണീക്കാരട്ടോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പുറത്താക്കണ 2 അവിടെ കച്ചറോടി കുത്തിരിക്കണം. എന്താ അവിടെ അവിടെ എപ്പോഴും കീരി മാമ്പും തന്നെയല്ലേ, എപ്പോഴും അടി ഇതൊക്കെ ആയിട്ട് ഉൾപ്പുണ്ടോ? നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണു മാമ? നമ്മളെ വീട്ടിലോട്ട് പോവുക. എന്തിനാ നമ്മള് പോണേ? പോവാ. അതേപോലെ തന്നെ ഗൈസ് പിന്നെ വേറെ കാര്യം ഉണ്ടോ ഗൈസ്, ഇത് 2-3 ദിവസമായിട്ട് നമ്മളൊരു ഫാമിലി കാണാൻ വന്നാണ്. ചെറിയ കുട്ടീന്റെ ചെരുപ്പ് ഇവിടെ മറന്നു വെച്ച് പോയിക്കണേ. പുതിയ ചെരുപ്പാണ്, നോക്കിച്ച് തേഞ്ഞിട്ടും പാടല്ല. സത്യം മറന്നു വെച്ചാണ് പോയി. വാങ്ങി ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് പോണെന്ന് തോന്നുന്നുണ്ട്. ബാങ്ക് കൊടുത്തേട്ടാ ഗൈസ്. അങ്ങനെ ഗൈസ് ബാങ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാണെന്ന് അറിയില്ല. ഇല്ലല്ലോ, കറണ്ട് പോയി ഗൈസ്. ഇവിടെ ബാങ്ക് നിന്നു. എന്നെ പറഞ്ഞേ അവിടെ കൊടുക്കണ്ടാവും, പക്ഷെ കറണ്ട് പോയി. എന്ത് ചെയ്യാനല്ലേ? അപ്പൊ ഗൈസ് അതേപോലെ തന്നെ നമ്മളെ മുറ്റത്തുള്ള കല്യാണൊക്കെ നിൽക്കണ ഉമ്മയും മമ്മയും ചെത്തിക്കോരി. ഉമ്മയും മമ്മിയല്ല, ഞാനും മമ്മി. ഇതുമ്മയാണ്. അതുമ്മ. ഇത് വള്ളത്തിന് പോകാൻ വേണ്ടിട്ട് ഗൈസ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ പെരും മഴയാണ് കേട്ടോ അല്ലേ? 2 ദിവസം ഇന്നലെ മിഞ്ഞാന്ന് മാത്രമൊന്നല്ല. ഇപ്പൊ എത്രയും മഴ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയും മമ്മ? മഴ തുടങ്ങിയിട്ട് വർഷക്കാലാണ്. മഴ തുടങ്ങിയിട്ടൊക്കെ 6 മാസം ആകാനായി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ മഴ പോണ പോക്കല്ലേ. നല്ല പെയില് ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 2 ആഴ്ച ഒക്കെ ആയില്ലേ ഗൈസ്? അതേപോലെ തന്നെ വൈക്കടമൊക്കെ ഏതൊക്കെ മിക്സർ ഫാക്ടറി ഒക്കെ അല്ലേ, അവിടെയൊക്കെ വള്ളം കയറിയിട്ട് 35 ലക്ഷം റുപ്യന്റെ നഷ്ടമൊക്കെ ഉണ്ടായിക്കണേ. ഞാൻ അവസ്ഥ ആലോചിച്ചു കേജി. അതാണ് പറഞ്ഞത്, നമ്മള് നിലമ്പൂര് ഭാഗത്തേക്ക് നല്ല മഴ ഉണ്ടല്ലോ. മലപ്പുറം നിലമ്പൂർ ഭാഗത്തേക്ക് നല്ല മഴ ന്യൂസിലൊക്കെ ഉണ്ടായിന് ഗൈസ്. സീനാണ് ഗൈസ് നമ്മളെ നാട്. മഴ പെയ്തിട്ടാണ്ട് എന്താ ചെയ്യാ, നിക്കാതെ മഴ ചെയ്തല്ലേ. അവിടെ നല്ല ടൈം ഉണ്ടല്ലേ. ഇവിടെ ആണോ? അതെവിടെ? ആണോ ഗൈസ്? ഇവിടെ എവിടെ ഇടിഞ്ഞതെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോ ഉറങ്ങാക്കി തരാം, നോക്കട്ടെ. ഇവിടെ എവിടെ ഇടിഞ്ഞത് നോക്കട്ടെ. എന്താണ് നമ്മള് കേറി വരുന്ന ബഡ്ജറ്റോ? ഓ ഇതാ ഇവട്ടല്ലേ ഗൈസ്, ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞിറക്കണ്. അപ്പൊ അതിന്റെ മോള് കേറിക്കണ സേഫ് അല്ലല്ലോ. ഇതാക്കണ ഇടിഞ്ഞിറക്കണ് അല്ലേ? അവിടെ ഇതായിക്കണല്ലേ, ആകെ അടിച്ചു പോയല്ലോ. ഗൈസ് ഇത് നോക്കി, ഇവിടുന്ന് ഇങ്ങനെ ഓട്ടായിട്ട് ഇടിഞ്ഞാണ് പോയിക്കണേ. അപ്പൊ ഇവിടെ നല്ലതുണ്ട് കേട്ടോ. ഇങ്ങോട്ട് അധികം നിക്കണ സേഫ് അല്ലല്ലേ, പെട്ടെന്ന് താഴെത്തും അങ്ങനെയാണെന്നുണ്ടെങ്കില്. അതാണ് പറഞ്ഞേ. ഒരു കണ്ടിക്കണോ താഴത്തോടെ കണ്ടിക്കണോ? സ്ഥലത്തിന്റെ ആള് സുഖമില്ലാതെ കിടക്കണല്ലോ. പക്ഷെ എന്നാണ് പറയാ എന്തായാലും അല്ലേ. എന്നാ നമുക്ക് നേരെ ഞങ്ങൾ പോയോക്കല്ലേ പെരണാണ്ട്. നമ്മളവിടെ വാഴ ഉണ്ട്. അവിടെ എത്ര വാഴ ഉണ്ട് ടോട്ടല്? വാഴ കുറച്ച് 4 ഉണ്ട്. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറച്ച് ടീമുണ്ട്. ഉമ്മ വരും. ഉമ്മ എന്താ കുത്തിരിക്കണേ? പോയിട്ട് വണ്ടി എടുത്തു. ഓക്കെ, വണ്ടി എടുക്കണം ഗൈസ്. അതിനാണ് ഉമ്മ അവിടെ എന്നെ കാത്തു കുത്തിരിക്കണല്ലോ. ഞാൻ മറന്നാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മളെ പെരണാങ്ങോട്ട് പോയോക്കട്ടെ അല്ലേ? അനക്ക് എന്താ പറയാല്ലേ? ചെക്കന് ഇപ്പൊ പേടിയൊക്കെ മാറിക്കണ്ടോ? ഒച്ചവിളി ഉണ്ടാക്കൂല്ലേ? നമ്മള് പോയല്ലെന്നാ എന്നാ കേറി ഇങ്ങോട്ട്. നമുക്ക് അവിടെ തിരി കാണാൻ. നമ്മളിവിടെ പെരന്റെ അവിടെ എത്തിട്ടോ. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് ആകെ ഉറവ പൊട്ടിക്കണല്ലേ. ആകെ വള്ളാണല്ലോ. വയ്യ നോക്കി, വയ്യാണത്. ആകെ ചളിയാണ്. എന്തല്ലേ ഉറവ് വന്നാണ്. ഉമ്മയുടെ അയലക്കാരോട് വർത്താനം വന്നിരിക്കുന്നുണ്ട്. ഇതോക്കടാ ആകെ വള്ളാണല്ലോ. ഉറവുണ്ടോ അവിടെ? അതാക്കണടാ ഉറവ്. ഇവിടെ ഗൈസ് വള്ളാണ് ഈ കാണുന്നത്. ഉറവാണ് പൊട്ടിക്കണ് ഇവിടെയൊക്കെ. അതാക്കണേ. എന്തിനാ അവിടെ കാട്ടിയതിന്? ഇവിടെയൊക്കെ നോക്കിയാൽ തന്നെ മതി. എന്ത് എന്താ ഗൈസ്? കാണാത്തവർക്ക് കണ്ടോളി. ഇതെന്താ സംഭവം? എന്താ ഉണ്ടാക്കിട്ടാണ് പോയതല്ലേ? കാടായില്ലേ? ഒറ്റ പ്രാവശ്യത്തില്ല മുഴുവൻ പാറിപ്പോയിക്കണം, പൊട്ടിയൊക്കെ ചീന്തി പോയിക്കണ്ടോ. എന്താട്ടാ നോക്കിക്കാ. എന്താ കേറിക്കല്ലേ? ആണോ? വെയില് മഴ കൊണ്ടിട്ട് ഇടിഞ്ഞു കാണല്ലോ, പൊളിഞ്ഞു കാണോ.
ഞങ്ങള് കഴിഞ്ഞാഴ്ച വന്നീ അപ്പോഴൊന്നും കുഴപ്പമില്ല. ഇന്നലത്തെ മഴയൊക്കെ വെള്ളമൊക്കെ ആകെ സീനായി കിടക്കണ്ട് ഗൈസ്. എങ്ങനെ മമ്മ? മഴ മിഞ്ഞാനൊക്കെ പെയ്ത പേടിയൊക്കെ പേടി കുത്തില്ല. ആ മഞ്ഞ ഷീറ്റ് മാത്രം കേട്ടോ. മഞ്ഞ ഷീറ്റ്. ആ എന്നാള് ഞാൻ പിന്നെ വാങ്ങിക്കോണ. പക്ഷെ അത് നല്ല അടിപൊളി ഷീറ്റാണ്. നല്ല ഷീറ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ബാക്കിയിലൊക്കെ കീറി. വ്യത്യാസം ഇല്ലല്ലോ. ഇല്ല സെയിം തന്നെയാണ് തോന്നുന്നത്. നോക്കി ഇവിടൊക്കെ കീറിട്ടോ ഗൈസ്. ഇവിടൊക്കെ ആകെ കീറി. പുല്ല് വളർന്നല്ലടാ. നോക്കിയാ ഇതുണ്ടായോ പുല്ലൊക്കെ നാളെ നമ്മള് വന്നാണ്ട്. അതാ ഈ പൈപ്പാണ് നമ്മളെ പൈപ്പാണ്. ഇത് നമ്മളെ പേരപ്പണിന്റെ ടൈം നനക്കാൻ വേണ്ടി കൊണ്ടുവന്നാലേ പുതിയ പൈപ്പൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിനി. എന്ത് ചെയ്യാനാ നാസാവല്ലേ. നോക്കടാ ഇവിടെ ആകെ പുല്ലാണ്ടമ്മ. ആകെ കാടയിക്കണ്. പുല്ലെന്ന് പറയാൻ പറ്റൂല ഇതിനെ. കാട് മയിലോ? ആ ഗൈസ് അത് മയിലല്ല, മറ്റേതാണത്. കിനിക്കോയി ആണത് ഗൈസ്. അതിനെ കണ്ടിട്ടോ മയിലെന്ന് മയിലിന്റെതാണ്. മയിലുണ്ടാകുന്നുണ്ട് കഴിച്ചു ഇവിടെ. ഇപ്രാവശ്യം യോഗല്ല. എന്താണ് വായക്കല? എന്താ അമ്മ പറഞ്ഞേ? എന്താ വായക്കലിനെ കേട്ടോ പകുതി മൂപ്പായിട്ടുള്ളൂ മക്കളെ. ആ പല ഡീലറായിരിക്കും. എടാ ആ ഇത് പറ്റാണ്ട് ചെരിഞ്ഞാണല്ലോ ആ വായ. കെട്ടെടുത്തണോ? പറ്റിച്ച് അല്ല ചെരിഞ്ഞ് പറ്റതായത് ഒന്നും ആവൂല. അങ്ങനെ നിന്നോട്ടെ. തൊട്ടാ കഴിഞ്ഞാടൂലേ. ഇതൊക്കെ എന്താ വള്ളം മഴ നിറഞ്ഞാ? ഈ കുത്തിയെടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കുത്താൻ വെക്കോ നോക്കാണ് ചെരിച്ചിങ്ങാണ്ട. ഇതൊക്കെ ആരെ വെട്ടിട്ട് ഈ വായ? അത് 1000 മുമ്പേ. 1000 മുമ്പോ? പിന്നെ മറ്റേ പകരൂല. ആണോ? അങ്ങനൊക്കെ ഉണ്ടല്ലോ. വായക്ക് രോഗം ഉണ്ടല്ലോ. 1000 മുമ്പാണല്ലോ കുത്തിട്ടിട്ട് അതിന് ചെരിച്ച് എങ്ങനെയാ കുത്തും? അത് നിക്കൂല. വെറുതെ പൊട്ടിച്ചെടുക്കണം. ഇവിടെ നോട്ടെ ഇതിനെ കുത്തിട്ടത് നിക്കോ? കെട്ടുണ്ട്. വെറുതെ പോയി പൊഞ്ഞാടാ നിൽക്കട്ടെ. എടാ ആ ഓക്കെ ഓക്കെ. അതിനൊക്കെ കെട്ടുണ്ടല്ലേ. ഇതിനെ കുത്തിക്കണം. ഇതിനടുത്ത് ഇവിടെ ആകല്ല വായാണ് ഗൈസ്. ഇതൊക്കെ ബുഗാൻ വേണ്ടി കുത്തിരിക്കാണ്. അതിന്റെ ചോട്ടുനിന്ന് നിന്നാളാ. അത് കട്ടകാലത്തിന് നിക്കേക്കാരം. എങ്ങാനും കൊയിഞ്ഞാണെന്ന് തോന്നിക്കഴിഞ്ഞാലോ. പാമ്പുണ്ടോ നോക്കോ. ആ ഒന്നും ശരിയാണ്. കുറെ ഉണ്ടാവും. വട്ടക്കൂറ ഉണ്ടാവും. വട്ടക്കൂറ ചാടി കടിച്ചു. ഇത് ഒരു ദിവസം നമുക്ക് ആ കാട് ഇട്ട മെഷീനില്ലേ അയാളെ കൊണ്ടുവന്നിട്ട് അത് ആരെങ്കിലും വിളിച്ചാ മതി. ആരെയും വിളിച്ചിട്ട് ഇതാക്കണ്ടില്ലേ. ഉള്ളതാക്കാം. മരുന്നടിച്ച് ശരീരം മരുന്നും ഇതൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട് അവിടെ. വെറുതെ ആണോ? മഴ വേണം. താഴെട്ടാണ് മഴ. ഗൈസ് പെരിയില് മരുന്നുണ്ട് എന്നാണ്. അതായത് മരുന്ന് പറഞ്ഞ നമ്മള് ചെടിയെ പുല്ലിനൊക്കെ അടിച്ച മരുന്നില്ലേ, ഉണങ്ങി പോലത് അതടിച്ചാൽ ഉണങ്ങി പോവും. പക്ഷെ ഉണ്ട്. വേനൽക്ക് ഇതാക്കട്ടെ. പിന്നെ നിങ്ങളോട് പറയാതെ ആരോട് ചോദിച്ചിട്ട് പോയി പറഞ്ഞാൽ അതിന് ഇളകുന്ന വെച്ചുകൊണ്ട്. അത് ശരി. ആകെ കാടുണ്ടോ ഗൈസ്? കാടിന്റെ അടിയിലല്ലേ മോളൊക്കെ അടിങ്ങനെ മഴന്ന് ആകെ എപ്പായില്ലേ. ആകെ കീറിയടാ. ഇത് തൊട്ടാ കീറുന്ന സാധനല്ലേ. ഇങ്ങനെ വലിച്ചപ്പത്തിന് കീറി കീറി പോണാക്കണ്. ഇതാണ് നമ്മുടെ പെരന്റെ ഷീറ്റിന്റെ അവസ്ഥ. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി മഴയൊക്കെയാണ് ഇപ്പൊ. എന്ത് ചെയ്യാനാ? അവിടെ ആ മഞ്ഞ ഷീറ്റും കീറിക്കണല്ലേ. എല്ലാ ഷീറ്റും കീറുന്നുണ്ട്. അമ്മാതിരി മഴയും വെയിലൊക്കെ ഇല്ലാനു. എന്താ മാമ? എന്താ നോക്കിട്ട് കരയെ വണ്ടി എന്താ ഒന്നില്ല ഗായ്സ്. ഇതിപ്പോ നമ്മക്ക് വലിയ കുത്തിരിയല്ല. കാരണം ഇത് നമ്മൾ കൊറേ നാളായി. ഫസ്റ്റ് നമുക്കൊരു ഇടങ്ങേറുണ്ടായിനി. ഇപ്പൊ നമ്മള് ഇടങ്ങേറില്ലായല്ല. ഇതാണ് നമ്മളെ ഇടങ്ങേറ്. അത് കുഴപ്പമില്ല. എന്തേലും ഒരു തീരുമാനമാവും ഗായ്സ്. നമ്മക്ക് ഏറിപ്പോ ഇനി എത്ര മാസം ഉണ്ടാവും മഴക്കാലം? ഈ മാസം 1.5 മാസം പാടല്ലേ? 1 മാസം ഒക്കെ ഉണ്ടാവൂ ഗായ്സ്. ഇൻഷാ അല്ലാ 1.5 മാസം കഴിഞ്ഞാൽ ഈ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് വരാം. നമ്മള് വാർക്കണേക്കാരം കേട്ടോ. ആദ്യം ആ ലൈനിങ് കമ്പി നമ്മൾ തീരുമാനാക്കും. അന്ന് കൊണ്ടുവന്നിട്ട മുണ്ട്. ആ അന്ന് എന്നാണ് ഇത് ഇടാൻ വന്നാ അല്ലേ? നാളെ കറൂട്ട് അടിച്ചില്ലേ? അന്നെടുത്താ അന്തിക്കറ്റെ അല്ലേ? മണത്തോക്കാം. നമ്മ നോക്കി വെച്ചോ. അതായത് മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പേരെ നമ്മള് വാർക്കണേക്കാരം. സന്തോഷം ഗൈസ്. എന്താ വെച്ചാല് ആദ്യം നമ്മളെ ലൈനിങ് കമ്പി നമ്മൾ തീരുമാനാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് സ്വപ്നം ഒരു പേരാ അറിഞ്ഞത്. ഇങ്ങനെ കുടുങ്ങിക്കുമ്പോ തീരുമാനാക്കും ഗൈസ്. ബാക്കി എല്ലാത്തിന് ലിക്മെന്റ് ഉണ്ട്. ഇത് ഈ കയറാൻ മാത്രം ലിക്മെന്റ് ഇല്ല അല്ലേ? അതിക്കൂടെ നല്ല പുല്ലാട്ടോ. ഓ ഉമ്മ അങ്ങോട്ടൊന്നും പോവാൻ പറ്റാത്ത ടൈപ്പ് പുല്ലാളാ. അതൊക്കെ ആകെ കാടയിക്കണ്. ഉമ്മ എന്താ അതിൽ കൈയിട്ട് മാന്തണേ?
ഉമ്മ ഗൈസ് അവിടെ കോഴിക്കൊക്കെ പുല്ലരിയുന്നുണ്ട്. അതായത് നമ്മളെ കോഴിക്കുട്ടികള് ഉമ്മ എങ്ങനെയാ കോഴിക്കുട്ടികള് പുല്ലൊക്കെ തിന്നിട്ടേ ആണോ? എല്ലാ കോഴിക്കളും തിന്നു. ആണോ? കുട്ടി തിന്നു. ആ കോഴിക്കള് പുല്ല് തിന്നും പറഞ്ഞിട്ട് ഉമ്മ അവിടെ പുല്ല് അരിയുന്നുണ്ട്. എന്നാ നമ്മൾ ഈ നേരെ പെരീക്കനെ പോയൊക്കെ നോക്കട്ടെ. ഇവിടെ എന്തായാലും കൊല്ലൊന്നും വെട്ടാനായിട്ടില്ല. കഴുത്താണോ? കഴുത്താണ്ടാ? കഴുത്ത് വരിയിലുണ്ട്. ഉമ്മ എന്താണ് കാട്ടണ്? അവിടെയൊക്കെ വല്ല പാമ്പും ഉണ്ടാവും കേട്ടോ. നമ്മ നമ്മള് ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പെര നമ്മള് സെറ്റാക്കും. നമ്മള് പെര വാർക്കണ കാരം കേട്ടോ. ഇല്ലടാ മഴക്കാലം കഴിഞ്ഞ് നമ്മള് പെര നമ്മള് വാർക്കണം. അല്ലേ? പക്ഷേ മഴക്കാലം കഴിയണില്ല. ഗൈസ് കുറച്ച് പരിപാടി ഉണ്ട്. നമ്മളെ മുറ്റൊക്കെ നമ്മള് സെറ്റപ്പ് ആക്കും അല്ലേ. ഈ പുല്ല് ഇതൊക്കെ മാറ്റിയാൽ തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കണം എന്നൊക്കെ ഉണ്ട് അല്ലേ. അതിന് എല്ലാത്തിനും നമുക്ക് ഈ മഴക്കാലം കഴിയണം. നാളെ നമ്മള് വെച്ചാ മരം നോക്കിയാ രണ്ടെണ്ണം അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ഗൈസ് ഇത് വലുതാവണില്ല അല്ലേ. പക്ഷെ ഗൈസ് അത് വലുതാവുന്നുണ്ട് കേട്ടോ ആ വലിയ മരം. അതെ പൊന്നുമട്ടനെ കുറച്ച് വലിപ്പല്ലാണ്. ഇത് ചെറിയൊരു ഇതാണ്. ആ അതും കുഴപ്പമില്ല. ചെറുതായിരുന്നു. അതും അത് രണ്ടും ഇത് രണ്ടും ഇത് ഈ ചെടീനെ തോന്നുന്നു. ഇത് ആ ഇവിടെ നമ്മള് നടാ ഉണ്ടാവുന്നൊക്കെ ഉണ്ട്. എന്റെ മുറ്റത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അറിയില്ല മഞ്ഞളാ പൂവല്ലെന്നാ പേരിക്ക്. ആ മഞ്ഞളാണ് ഇത് എടുത്തോ. കൂട്ടാൻ വെക്കണ മഞ്ഞളാണോ? മഞ്ഞൾ നമ്മളെ ഉള്ളിലുണ്ട്. ഇത് ഇവിടെ നിൽക്കട്ടെ. ആ പുങ്ങാ നേരത്തെ നമുക്ക് പറിച്ചോണ്ടാ നോക്കാം. മഞ്ഞൾ പൈപ്പ് ആ പൈപ്പ് എടുക്കട്ടെ എന്നാ. അത് പുല്ല് ആരാ വെട്ടി വെച്ചേ? കോഴിക്കൊക്കെ പുല്ല് കൊടുക്കാൻ. ഓ കോഴിക്കോ? കോഴിക്കളിപ്പോ പുല്ലാന്നാല് അരിയും ഗോതമ്പൊക്കെ വിട്ടോല്. ആ പുല്ലോ ഇത് അത് വണ്ടിന്റെ ഫ്രണ്ടിലും വെച്ചോളൂ. സ്കൂട്ടിന്റെ ഫ്രണ്ടിലേക്കാലോ. പണിയൊന്നുമില്ല. അമ്മമ്മ അപ്പുറത്തേക്ക് കയറാൻ പോയിക്കണേ. അമ്മമാന്റെ പഠിച്ച താത്തയാണ്. പഠിച്ച താത്തയാണോ? പഠിച്ചതല്ല, ഇമ്മമാനെ കൂട്ടാരുതി. ഇമ്മമാനെ കൂട്ടിയത്. പക്ഷെ ഇമ്മനെ വിളിക്കാം. ഉമ്മ ഓലെ ഉമ്മാന്നാണല്ലോ വിളിച്ചത്. ഞങ്ങൾക്ക് പോയിന്നേ ഇവനുണ്ടല്ലോ വേങ്ങട്ടമ്മന്റെ മകനെ നിന്നെ കൊണ്ടുപോയിന് ഖത്തർക്ക്. എന്നിട്ട് ഇപ്പം പോയിട്ട് അവിടെ പോയി പറയാം ചെറിയ കുട്ടീന് ഇഞ്ചമ്മങ്ങളോടക്കല്ലേ പൈസ അയക്കണം ഇങ്ങോട്ട് കാട്ടിക്കാണി പൈസ. പിന്നെ 1-2 വയസ്സിൽ ചെന്ത് പോലെങ്കില് ഞാൻ ചാടാനാ കാലം കയറും. അതിന് മോണ്ടാ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ആഫ്രിക്ക മൂച്ച അല്ലെങ്കിൽ വാളം തീരുക ഉണ്ടാവും. മമ്മ അങ്ങോട്ട് പോയിക്കണേ. മമ്മ ഇപ്പൊ വരും. നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റിയാണ് സെറ്റ് ആക്കി കേൾക്കാം. വണ്ടിന്റെ ഫ്രണ്ടിൽ വെച്ചാ പോരെ? എവിടെ വെക്കത്? ആ മുമ്പ് വെച്ച് നോക്കിയാ ചളിയൊക്കെ കേട്ടോ. തിരുമ്പാലല്ലേ? അവിടെ വെച്ചാ പോരെ? തിരുമ്പാല്ലെന്ന് അറിയോ? ഓൻ തിരുമ്പൂല, ഇമ്മ തിരുമ്പൂ. അത് വൈകുന്നേരം കേറണ അവിടെ നിന്ന് പിടിച്ചാ നോക്കിയാ പോരെ? ആണോ? ബ്രേക്കുമേ നോക്കിപ്പോ കോഴിക്കളും തിന്നോട്ടെ. അരിയും ഗോതമ്പൊക്കെ മാറിയാണ്. കോഴികളിപ്പോ പുല്ലാണ്. ഇപ്പൊ പശുകളൊക്കെ എന്താ ചെയ്യാ? പശു അടക്കെ അതെ അതെ. എന്തായാലും ഈ പരീക്ഷ നോക്കട്ടെ ഗൈസ്. ഒരു വിധത്തിൽ ഇവിടെ പെരിയില് വന്നിറങ്ങി ഇപ്പൊ കൊയിഞ്ഞാടിനി മേത്ത് കൂടെ കാലെടുക്കാൻ നോക്കിയതാ. വെളിച്ചം വെച്ച ഇവിടെ നമുക്ക് കാര്യമായിട്ട് നമ്മളെ പരിയൊന്നും കിട്ടിയൊന്നുമില്ല. വായക്കോല എന്താ പറഞ്ഞേ? പായന്റെ കാര്യം എന്താ പറഞ്ഞേ? മൂത്തിട്ടില്ലേ? എന്നിട്ടാ മെയിനായി ചാടി കയറി ചെന്നീനെ. പോയതാണ്. അവന് പോയി അതാണ് പിന്നെ എളുപ്പം പൈപ്പ് ഒരു കായ് വന്നിട്ട് വെട്ടിയാടി. ഒരു കൈ പഴുത്തിട്ട് വെട്ടേ. അങ്ങനെയാണ് വെട്ടിയ ഇവിടുത്തെ ഇതുമ്മണ്ടായിന്റെ കോലല്ലേ? അവിടെ അല്ലേ? ഇതാണ് ഏത് പയാണ്? മൈസൂര് നമ്മളൊക്കെ തിന്ന കായ് ആണോ? ഇതപ്പോ ഏതാ? റോബസ്റ്റോ? റോബസ്റ്റ് എനിക്ക് ഇഷ്ടം. ഇത് പിന്നെ ഏതാ? ചാരപ്പൂവനോ? ഇഷ്ടംപോലെ ഉണ്ട് കഴിച്ച്. അതേപോലെ തന്നെ കഴിച്ച് നമ്മളെ ഭാഷ ചില ആൾക്കാർക്ക് അറിയില്ല. കപ്പക്കാണ് പൂള. മരച്ചീനി. അതേപോലെ തന്നെ എന്തോ നമ്മൾ പറഞ്ഞില്ലല്ലോ, മൂച്ചി. മൂച്ചി എന്ന് പറഞ്ഞ മാവ്, മാങ്ങമരം. പിന്നെ അതേപോലെ തന്നെ പറങ്കൂച്ചി പറഞ്ഞാല് പറങ്കി മാങ്ങല്ല, അണ്ടി മറ്റേത് പറങ്കിപ്പഴം. അതായത്
അതിന് മറ്റേ നമ്മളീ ഇതില്ല അണ്ടില്ല മറ്റേ അണ്ടിപ്പരിപ്പില്ലേ അണ്ടിപ്പരിപ്പ് ഉണ്ടാകണം അതിന്റെ കായ് അതിന്റെ മരം അതിനാണ് നമ്മളെ കൊറേ ഭാഷകൾ അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ? അതെ, ഇതൊക്കെ നമ്മളെ ആർക്കും അറിയാം. എന്ത് ചക്ക പ്ലാവൊക്കെ ചക്കൊക്കെ എല്ലാവർക്കും അറിയാം. പേര് അറിയുന്നുള്ളൂ അല്ലേ? പേരക്കൊക്കെ പേരക്കാരെ കാണില്ല. ചക്ക മരത്തിന് പ്ലാവ് 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 തന്നെയല്ലേ. ഇപ്പൊ നമുക്ക് അധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല ഗൈസ്. ഇനി എത്ര മാസം ഉണ്ട്? 1.5 മാസം അല്ലേ? 1.5 മാസം പാടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് നമ്മളെ പെരപ്പണി നമ്മൾ തുടങ്ങണ ഇക്കാരം, നിർത്തി വെച്ച പെരപ്പണി നമ്മൾ തുടങ്ങണ ഇക്കാരം. പൈസ ഉണ്ട് ഗൈസ് നമ്മുടെ അടുത്ത്. ഇമ്മ എന്ത് ചെയ്യും നോക്കേ ഗൈസ്, ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട്. എന്തുകൊണ്ടാണ് മാറ്റാത്ത വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പണി തുടങ്ങാത്ത വെച്ചാൽ മഴക്കാലാണ്. വാർപ്പ് പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീറ്റ് വലിച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നായിട്ട് അങ്ങനെ തുടങ്ങി പോകാലോ. അതായത് ഓരോ മാസം ഓരോന്നും ഇങ്ങനെ ആക്കുമ്പോഴും തുടങ്ങി പോകാലോ എന്ന്. ആദ്യം മെയിൻ ആയിട്ടുള്ള ആ പോസ്റ്റാണ്. ആ പോസ്റ്റുകാരാണ് മാറ്റി കഴിഞ്ഞിട്ട് നമ്മളെ വാർപ്പ് നമ്മൾ തുടങ്ങണ ഈ കാലം. പിന്നെ വല്ല ഓരോരോ പണികള് അല്ലേ അമ്മമ്മ? അങ്ങനെയൊക്കെയാണ് ഗൈസ് ഞങ്ങളെ ആഗ്രഹം. ഒക്കെ നമ്മൾ നടക്കും നമ്മൾ വിചാരിക്കണേ. സെറ്റ് ആവട്ടെ അല്ലേ? മഴ കൂടുകയാണ് കൊറേ. ഈ മാസം പാടല്ലേ ഉള്ളൂ. ഈ മാസം പാടെ നമുക്കാണ് നോക്കാം ഗൈസ്. ഈ മാസം പാടെ ഗൈസ് നമ്മളെ പെരിയിലാണ് നിക്കന്നെ. ഇനിയിപ്പോ അടുത്ത മഴക്കാലത്തിന് നമുക്ക് ഇൻഷാല്ലാ അല്ലെ, അടുത്ത മഴക്കാലൊക്കെ ആവുമ്പത്തിന് കഴിച്ച് നമ്മളെ പുതിയ പെരിയിലാവാൻ പറ്റട്ടെ അല്ലേ അമ്മ? അപ്പൊ ഗൈസ് നമ്മൾ ഈ പൂള കളച്ചു നോക്കുക. ഇവിടെ മുറ്റത്തന്നെ കൈസ് ഒരു വലിയൊരു പൂള മരണ്ട്. അതെന്താ പറയാ, കറുത്താനുണ്ടേന്. അപ്പൊ ഒരു പൂളക്കൊമ്പ് അവിടെ ചാരി വെച്ചതാണ്. എന്നിട്ട് ഞങ്ങള് മാറ്റിട്ട് വലിയ രണ്ട് കിഴങ്ങ് കിട്ടിയെന്ന് കഴിഞ്ഞൂറി. വലിയ കിഴങ്ങാണ്. ആ പൂളന്റെ കാര്യം പറയണേ. അവിടെ ഒരു പൂളുണ്ട്, നിങ്ങൾ കണ്ടില്ല? ഇത് ഒരു കൊമ്പ് നിൽക്കണേ. ഇതൊരു പൂളന്റെ മരാണ് ഈ കാണുന്നത്. പൂളന്നെയാണ്. ഇപ്പൊ ഈ മരങ്ങളൊക്കെ വളർന്ന് ആ പിലാവ് ഇതൊക്കെ വെച്ചപ്പോഴാ വെട്ടണേക്കാരല്ലേ ഇപ്പൊ മരങ്ങൾ അത് വെട്ടിയാൽ ആ പൂളാടെ കുറ്റിയാണാണ് ആ തെയ്യാളൊക്കെ പിടിച്ചത്. അതെങ്ങനെ കുത്തു കൊടുത്ത മരാണത്, പൂളന്റെ കൊമ്പാണത്. അവിടെ ഞാൻ ഓന്റെ അടുത്ത് ക്യാമറ കാട്ടിയത് ചെറിയൊരു കറുത്ത ചെയ്യുന്നത്. തൈനെ കുത്തുകൊടുത്താണ് ഞാൻ ആ പൂള. ഈ കറുത്ത ബുഗാക്കാൻ വേണ്ടിട്ട് അതിന് കുത്തെടുത്താണ് ഈ സാധനം. എന്നിട്ട് കറുത്ത വീണു ചോടൊക്കെ ചെയ്തിട്ട് വീടും. അത് വീണ് മറ്റേതാണ് കുത്തരുന്നുണ്ടായും ചെയ്തു. പക്ഷെ എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം? കറുത്ത കൈസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കറുത്ത ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അല്ലേ? എന്താന്ന് വെച്ചാൽ കപ്പളങ്ങ തന്നെയല്ലേ? എന്തൊക്കെ പേരാ കൈസ് ഓരോരോ സാധനത്തിന് ഇവിടെ. അപ്പാപ്പില്ലാന്നല്ലോ പറഞ്ഞുണ്ടോ? നമ്മള് ഇനിയിപ്പോ അപ്പാപ്പനോട് പോകാനുണ്ട്. നമ്മ കൊറേ ആയി അപ്പാപ്പനെ കണ്ടിട്ട്. അപ്പാപ്പൻ്റെ ഒന്ന് പോകാണ്ട്. അപ്പൊ കഴിച്ച് നമുക്ക് നല്ല അടുത്തൊരു വീഡിയോസ് കാണാം. ആ ഇഷ്ടത്ത് തിരിക്കല് എല്ലാരും ഇങ്ങോട്ട് വരും. അതിന്റെ ഉള്ളിൽ ഇരുട്ടാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്തൊരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. നമ്മ എല്ലാവർക്കും അസ്സലാമലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അത് എല്ലാരും പ്രാർത്ഥിക്കട്ടോ അടുത്ത മാസം നമ്മളെ പെരപ്പണി തുടങ്ങാൻ വേണ്ടിട്ട്. അടുത്ത മാസം നമ്മളെ പെരപ്പണി തുടങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഗൈസ് നമുക്ക് അടുത്ത മാസമെങ്കിലും ആ പെരപ്പണി നമുക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിലായത് അല്ലെ? അതേ മേഖല നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അസ്സലാമു അലൈക്കും ഗൈസ്.